ഹലോ പീപ്പിൾ, ദീപൻ മൂവീസിലേക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. അപ്പം ഭയം ഭക്തി ബഹുമാനം ധനഞ്ജയ് ശങ്കറിന്റെ സംവിധാനത്തിൽ നൂറിൻ ഷറഫും ഫഹീം സഫറും കൂടി തിരക്കഥ ഉണ്ടാക്കിയ സിനിമയാണ് ബബ്ബബ്ബ. സിനിമ ഞാൻ തിയേറ്ററിൽ നിന്ന് ഇന്നലെ ചെന്ന് കണ്ടായിരുന്നു. സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ലോജിക്ക് നോക്കി പോണെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും. നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചു പോകണമെങ്കിൽ നിങ്ങൾക്ക് സിനിമ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആവുന്നതിനെ പറയും. കാരണം ദിസ് ഈസ് ഓൺലി ഫോർ മാഡ്നസ്. വെൽക്കം ടു ദി വേൾഡ് ഓഫ് മാഡ്നസ്. അതാണ് സിനിമയുടെ ഹാഷ്ടാഗ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് സിനിമ എന്ന് പറയുന്നത്. സ്റ്റോറി നോക്കി നിങ്ങൾ ദൈവത്തെ ഓർത്ത് പോകരുത്. ഇതൊരു മാഡ്നസ് എന്ന് വെച്ചാൽ ഒരു ഫെസ്റ്റിവൽ പടം. ക്രിസ്മസിന് ഇറങ്ങേണ്ടിരുന്ന പടം തന്നെയാണ്. ഒരു ഫെസ്റ്റിവൽ പടം. ഹെവി ആയിരുന്നു, ഹെവി, ഒരു രക്ഷയില്ല. പിന്നെ പറയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ദിലീപ് ഏട്ടൻ അയാളെ കമ്പേക്ക് തന്നെയാണ്. ഒരു ഇതുമില്ല, ഒരു മയം എന്ന് പറയുന്ന സംഭവം തന്നിട്ടില്ല. എല്ലാം ഹെവി ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ചേട്ടൻ്റെ പെർഫോമൻസിൽ. ചേട്ടൻ്റെ കുറെ കാര്യങ്ങളൊക്കെ അതെല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. ആക്ഷനൊക്കെ വേറെ ലെവൽ തന്നെയാണ്. പിന്നെ നമ്മളെ പ്രസന്റ് ചെയ്തേക്കണെന്ന് വെച്ചാൽ ഓരോ ആക്ടേഴ്സ് ഉണ്ട് ഇതിൽ, ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ധ്യാൻ ചേട്ടൻ, വിനീത് ചേട്ടൻ കിടില് വരുന്നു. സത്യം നല്ല കോംബോ ആയിരുന്നു. ധ്യാൻ ചേട്ടൻ വന്നപ്പോഴാണ് പടം എത്തുകൂടെ ഓണായത്. സത്യം പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പടം നല്ല ഓണായത് ധ്യാൻ ചേട്ടൻ വന്നപ്പോഴാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഇന്റർവെൽ പഞ്ചുണ്ട്, ரொம்ப ഹെവിയാണ്. ഹെവി എന്ന് വെച്ചാൽ ഹെവി. അത് മാത്രമൊന്നുമല്ല, ഒരുപാട് മാഡ്നസ് ആണ് ഈ സിനിമയെ. സത്യം പറഞ്ഞ ഒരു ഭ്രാന്ത് പിടിച്ച് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് ഈ ബബ്ബബ്ബ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്. പിന്നെ സാൻഡി ഉണ്ട്, പിന്നെ ദേവ്ജി ഉണ്ട്, പിന്നെ ഒരുപാട് പേരുണ്ട്. സത്യം പറ, അശോകൻ ചേട്ടനുണ്ട്. ഒരുപാട് പേര് വന്നവനും നിന്നവനും പോയവനും എല്ലാം സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബൈ ചേട്ടായി, എല്ലാവരും ഹെവി, ഒരു രക്ഷയില്ലാതെ സിനിമയിൽ തൊരാന്നിങ്ങനെ പോവുകയാണ് സിനിമ. പിന്നെ പറയേണ്ടത് ദി റിയൽ ഓജി മോഹൻലാൽ ജി. അദ്ദേഹത്തിനെ പ്രസന്റ് ചെയ്തേക്കണം. നിങ്ങൾ തിയേറ്റർ ചെന്ന് കാണാൻ നല്ല ഗംഭീര ലുക്കിൽ. എങ്ങനെയാണോ ലാലേട്ടൻ വന്നോടെ തിയേറ്റർ ഫുള്ള് കുലുങ്ങി. കാരണം വെച്ചാൽ ഉത്സവ പറമ്പായതുപോലെ. കാരണം വെച്ചാൽ ഞാൻ പോയ തിയേറ്ററിൽ ഫുള്ള് ഉത്സവ പറമ്പായിരുന്നു. ലോജിക്ക് വെച്ച് പോകരുത് ദൈവത്തെ ഓർത്ത്. ലോജിക്ക് ഈ സിനിമയിൽ ഇല്ല. അതിൻ്റെ പറയും മാഡ്നസ്, ഓൺലി മാഡ്നസ്. ഭ്രാന്തമായ ആർട്ടാണ് ഇത് സിനിമ എന്ന് പറയുന്നത്. ദിലീപന്റെ കംബാക്ക് തന്നെയാണ്. എല്ലാം കൊണ്ടും ഇതൊരു ഫെസ്റ്റിവൽ മോഡിൽ സിനിമയാണ്. പിന്നെ പാട്ടുകളൊക്കെ വരുന്നുണ്ട്, കുറെ സ്പൂഫ് പരിപാടികളുണ്ട്. വെഹിക്കിൾസ് ഏതൊക്കെ എന്നറിയാമല്ലോ, CID മുസേര, അതൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, സത്യം പറയാമല്ലോ. പിന്നെ ക്ലൈമാക്സ്, അതൊക്കെ എൻ്റെ പൊന്നൂ എന്ത് സംഭവങ്ങളെന്നാ വെച്ചിരിക്കുന്നത്, ഒരു രക്ഷയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ലാലേട്ടന്റെ കുറെ ഒരു സാധനങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ ചെന്ന് കാണണം. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് പോകും. ഇത് തിയേറ്ററിൽ ചെന്ന് കാണേണ്ട പടമാണ്. OTT വരാൻ പാടില്ല. തിയേറ്ററിൽ ചെന്ന് കാണുമ്പം കിടിലം ഒരു വിഷ്വൽ ട്രീറ്റ് പടമാണ് ഈ സാധനം. കാരണം ഫെസ്റ്റിവൽ മോഡ് തന്നെയാണ് ഈ സിനിമ ഉദ്ദേശിച്ചത്. അതുപോലെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ അഴിഞ്ഞാട്ടം സോങ്, അത് എനിക്ക് നിങ്ങളെ പറയുന്ന പോലെ തന്നെ ഫോണിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ തിയേറ്ററിൽ അതിൻ്റെ ഓളം ഹെവി തന്നെയാണ്. കാരണം വെച്ചാൽ 65 വയസ്സായ മനുഷ്യന്റെ പെർഫോമൻസും ഒപ്പം ദിലീപ് ഏട്ടനും. കാരണം രണ്ടുപേരും അണ്ണനും തമ്മിൽ പൊളിച്ചടിക്കുന്നുണ്ട് തിയേറ്റർ. നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക, ഒരു പൈസ നഷ്ടപ്പെടില്ല. പിന്നെ ഒരു കാര്യം, കഥ നോക്കി പോകരുത്. അതാണ് എനിക്ക് എപ്പോഴും ഞാൻ എടുത്തതിൽ പറയുന്നത്. കഥ നോക്കി പോകരുത്. ഹെവി പടം. ക്ലൈമാക്സ് കഴിഞ്ഞ ശേഷം അതിലും വലിയൊരു ട്വിസ്റ്റും തന്നിട്ട് എന്റെ പൊന്നോ ഒരു അവസരമുണ്ട്. അത് സിനിമ നല്ല കത്തി കയറും തന്നെ പ്രതീക്ഷിക്കാം. ഈ ക്രിസ്മസ് അവറാവില്ലേ, സിനിമയ്ക്ക് എന്തായാലും നല്ല പോസിറ്റീവ് റിവ്യൂ കയറിയിട്ടുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് ചെന്ന് കയറി കാണുക. റിവ്യൂ കഴിഞ്ഞിട്ട് ഈ റിവ്യൂ കാണുന്നതിന് നല്ലത്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുമെന്നാണ് എൻ്റെ ഉദ്ദേശം. കാരണം വെച്ചാൽ എന്നിട്ട് നിങ്ങൾ ഈ റിവ്യൂ കാണാൻ വരിക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ബബ്ബബ്ബ. ലോജിക്ക് നോക്കാതെ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, മാഡ്നസ് ആണ് സിനിമ. അത് നീതി പുലർത്തിയ ഒരു സിനിമയാണ്. പിന്നെ നമ്മളാ ഇന്റർവ്യൂവിൽ പഞ്ചില് ഇദ്ദേഹവും വരുന്നുണ്ട്, നമ്മുടെ അടിച്ചു കയറി വാ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. അദ്ദേഹം അല്ല റിയാസ് സലീം കിഡിലോയിട്ട് അടിച്ചു കയറി വന്നു. കിഡിലും ഒരു DJ ഉണ്ട്, അത് കാണണം. അത് അപ്പൊ ഇത്രയൊക്കെയുള്ള ബബ്ബബ്ബ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വെൽക്കം ടു ദി മാഡ്നസ്, മാസ് ഓഫ് മാഡ്നസ്. ഹെവി പടം, കയറി കണ്ടു നോക്കുക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അപ്പൊ എന്നെയും കൂടെ കംബാക്ക് ആണ്. ഒരുപാട് മാസങ്ങളായി വീഡിയോ ചെയ്തിട്ട്. അപ്പം